നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. വൃശ്ചികൻ രാശി വിശാഖം, കാൽ, അനിഴം, കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് വൃശ്ചികൻ രാശി. 2026 ഓഗസ്റ്റ് മാസത്തിൽ വൃശ്ചികൻ രാശിയുടെ രാശിയാധിപനും 6ാം ഭാവാധിപനുമായ ചൊവ്വ ഓഗസ്റ്റ് 2 മുതൽ നവംബർ 12 വരെ അഷ്ടമഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അഷ്ടമാധിപനായ ബുധൻ 8 മുതൽ 10 വരെയുള്ള രാശികളിലായി മാറി മാറി സഞ്ചരിക്കുന്നു. മേൽപ്പറഞ്ഞ ഗ്രഹസ്ഥിതി അനുസരിച്ച് ശരീരത്തിൽ ചതവ്, മുറിവ് എന്നിവയുണ്ടാകാം. തൊലിപ്പുറത്ത് അസുഖങ്ങളും ഉണ്ടാകാം. പനി സൂക്ഷിക്കണം. കാലാവസ്ഥ മാറ്റം ശ്രദ്ധിക്കുക. വാഹനം സൂക്ഷിച്ചോടിക്കണം. 5ാം ഭാവാധിപനായ വ്യാഴം ഉച്ചനായി ഭാഗ്യഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന സമയമായതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രതയും വിജയവും ഉണ്ടാകും. പൂർത്തിയാകാതെ കിടന്ന വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിയും. പുതിയ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കും. മത്സര പരീക്ഷകൾ, പ്രത്യേകിച്ച് PSC, UPSC, ബാങ്കിങ്, നെറ്റ് തുടങ്ങിയവ എഴുതുന്നവർക്ക് ഫലപ്രദമായ കാലഘട്ടമാണ്. അധ്യാപനം, തത്വചിന്ത, മാനേജ്മെൻറ്റ്, ഭരണപഠനം എന്നിവയിൽ റിസർച്ച് നടത്തുന്നവർക്ക് പുരോഗതി വർദ്ധിക്കും. 10ാം ഭാവാധിപനായ സൂര്യൻ 9, 10 എന്നീ ഭാവങ്ങളിലൂടെയാണ് ഓഗസ്റ്റ് മാസത്തിൽ സഞ്ചരിക്കുന്നത്. മാസത്തിൻ്റെ 2ാം പകുതിയായിരിക്കും കൂടുതൽ ഗുണപ്രദം. കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകുമെങ്കിലും മേലധികാരികളുമായുള്ള അഭിപ്രായ വ്യത്യാസം, അമിതമായ ജോലിഭാരം എന്നിവ പ്രതീക്ഷിക്കാം. തൊഴിൽ മാറ്റവും ഉണ്ടാകാം. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും. സർക്കാർ ജോലി, പൊതുഭരണവുമായി ബന്ധപ്പെട്ട ജോലി, അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെൻറ്റ്, പോലീസ്, പ്രതിരോധ സേന, സുരക്ഷാ സേനകൾ, പൊതുപ്രവർത്തനം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയമുറപ്പാണ്. 7ാം ഭാവാധിപനായ ശനി അഷ്ടമത്തിലും 7ൽ സർപ്പൻ്റെ സ്ഥിതിയും ബിസിനസ് മേഖലയിൽ പങ്കാളികൾ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാക്കാം. ബുദ്ധിപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ സാമ്പത്തിക വിലയിരുത്തൽ നടത്തിയിരിക്കണം. മെഡിക്കൽ, ഫാർമസി, ആരോഗ്യ സേവനവുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ, ധനകാര്യ സേവനങ്ങൾ, ഇൻഷുറൻസ്, അക്കൗണ്ടിംഗ്, കൺസൾട്ടിംഗ് മുതലായ മേഖലയിൽ പുരോഗതിയുണ്ടാകും. 5ാം ഭാവാധിപനായ വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി പ്രണയിക്കുന്നവർക്ക് പരസ്പരം വിശ്വാസവും വിവാഹത്തിലേക്ക് വഴിതെളിക്കുന്ന അവസരങ്ങളും ഉണ്ടാകും. അവിവാഹിതർക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാം. ദാമ്പത്യത്തിൽ കോപവും വാശിയും നിയന്ത്രിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. വിവാഹാലോചന നടത്തുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം. തടസ്സങ്ങൾ അകലാൻ ഭദ്രകാളി ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ചകളിൽ കുങ്കുമാർച്ചന നടത്തുക. ജൂൺ 22 ശേഷം നിങ്ങൾക്ക് വ്യാഴാനുകൂലം വർദ്ധിച്ചിരിക്കുന്നതിനാൽ തടസ്സങ്ങൾ അകന്നു പോകാൻ അവസരങ്ങളുണ്ടാകും.